അങ്ങനെ ശ്രീനഗറിലെത്തി റൂമിലെത്തി നല്ലൊരു റെസ്റ്റ് ചെയ്ത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ്. ഇന്നത്തെ നമ്മുടെ പ്ലാന് എങ്ങോട്ടാന്ന് വെച്ചാൽ ദൂദ്പത്രയ്ക്ക് പോവുക എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ പ്ലാന് ദൂദ്പത്ര ഇല്ലായിരുന്നു, പിന്നെയാണ് നമ്മളെ പ്ലാനിൽ ദൂദ്പത്രനെ ആഡ് ചെയ്തത്. അപ്പോൾ അധികം ഡിലേ ആക്കുന്നില്ല, നേരെ എപ്പിസോഡിലേക്ക്. നമ്മൾ ഗുൽമാർഗ് പോയതാണെങ്കിലും സോനമാർഗ് പോയതാണെങ്കിലും പേൽഗാം പോയതൊക്കെ ആണെങ്കിലും അതിലൊക്കെ നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്ന്. പക്ഷെങ്കിൽ ദൂദ്പത്രയ്ക്ക് പോകുന്നത് നമ്മുടെ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ റൂട്ട് മാപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടായി തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സിയോ അല്ലെങ്കിൽ 1-2 ഷെയർ ടാക്സി മാറി കയറിയാൽ നമുക്ക് ആ പ്രോപ്പർ സ്ഥലത്തെത്താൻ പറ്റും. പക്ഷെങ്കിൽ ദൂദ്പത്രയിലേക്കുള്ള വഴി നോക്കിയപ്പോൾ മിനിമം ഒരു 4 ഷെയർ ടാക്സിയെങ്കിലും മാറി കയറണമെന്ന് ആദ്യം തന്നെ ഗൂഗിൾ അമ്മച്ചി നമുക്ക് ഇൻഫർമേഷൻ തന്നു കേട്ടോ. അങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൂദ്പത്രയിലേക്കുള്ള നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആയ ഡയമണ്ട് ഗസ്റ്റ് ഹൗസ്, അതായത് ബാർബർ ഷാൻ്റെ തൊട്ട് മുമ്പ് നിന്ന് നമുക്ക് എന്ത് ചെയ്ത് ഒരു ഓട്ടോ കിട്ടി കേട്ടോ. ഈ ഓട്ടോ ഇപ്പൊ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്ബാൽ പാർക്കിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ദൂദ്പത്രയിലേക്ക് പോകാൻ 2-3 ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ പിടിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ടാക്സി പോയിന്റാണ് നമ്മുടെ ഇക്ബാൽ പാർക്ക്. അങ്ങനെ ഇക്ബാൽ പാർക്കിൽ എത്തിയ ശേഷം നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബുഡ്ഗാം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ശ്രീനഗറിലെ ഇക്ബാൽ പാർക്കിൽ നിന്ന് ബുഡ്ഗാവിലേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സിൽ നമ്മൾ കയറി കേട്ടോ. നമ്മൾ ആദ്യത്തെ പ്ലാന് ശ്രീനഗറിൽ നിന്ന് ലാൽചാക്ക് വന്നിട്ട് അവിടുന്ന് ബഡ്ഗാവിലേക്ക് പോകാനായിരുന്നു. പക്ഷേങ്കിൽ അവിടുന്ന് വണ്ടി കിട്ടിയില്ല. എന്താ പറയുക, അപ്പോൾ അവിടുന്ന് വണ്ടിയില്ല, അവിടെ എല്ലാം സ്റ്റാൻഡ് ഇക്ബാൽ പാർക്ക്. ശ്രീനഗറിൽ നിന്ന് ഇക്ബാൽ പാർക്ക് വന്നിട്ട് അവിടെ നിന്ന് ബഡ്ഗാവ്, അതാണ് റൂട്ട്. നോക്കാം എങ്ങനെയാണ്. അങ്ങനെ ഞാൻ വണ്ടി കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയുള്ള ആൾക്കാരും വന്ന് കയറി കേട്ടോ. അങ്ങനെ സുമോന്റെ കണക്ക് 8 ആൾക്കാരാണ്. സുമോ അല്ല കേട്ടോ, സോമുവിന്റെ കണക്ക് 8 ആൾ കയറണമെന്നാണ്. അങ്ങനെ 8 ആളും കയറിയ ശേഷം നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡ് വിട്ടു കേട്ടോ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഡ്ഗാം എന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ആ ഒരു സ്ത്രീനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു സംസാരിക്കാനൊക്കെ എന്തോ ഒരു പോലെ കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ആ ഒരു ഭയങ്കര റഫാണ് കാര്യങ്ങളാണെന്നൊക്കെയാണ്. സാധാരണ ഇതിൽ ഏതൊരു യാത്രയിലും എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ അങ്ങോട്ട് സംസാരിച്ച് പരിചയപ്പെട്ട് പിന്നെ ആ യാത്രയിൽ ഉടനീളം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുക. പക്ഷെങ്കിൽ എനിക്ക് ഇവരെ കണ്ടപ്പോൾ എന്തോ ഒരു സംസാരിക്കാൻ എന്തോ പോലെ. പക്ഷെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി കേട്ടോ. കേരള दूधपत्र अच्छा तुम इस बात करिए आपको बड़गांव से गाड़ी हाँ बड़गांव और कोई साथ नहीं कोई होना चाहिए बात के बोर हो जाते हैं ना कोई होना चाहिए कोई फ्रेंड वेंड साथ अगर होता बात में टाइम लग जाता। कहाँ पे ठहरे हो? श्रीनगर में ठहरे हो? हाँ श्रीनगर। कहाँ पे? अभी उधर ही एक डायमंड गेस्ट हाउस है। अच्छा बार्बर डाल लिखा। फिर शाम तक वापस आना है। हाँ पता मुझे लास्ट 1-2 घंटे लग जाएंगे वहाँ आ सकोगे। हाँ ठीक है लास्ट दिन है कल नाइट में मेरा गाड़ी है दिल्ली में। അങ്ങനെ അവർക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ അവർ ആ ഫോൺ കോളിൽ മുഴുകി കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി പോകെ അവസാനം നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിട്ടോ, ബുഡ്ഗാവ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി അവസാനം ഇറങ്ങേണ്ട ഞാനായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഷെയർ ടാക്സിക്കാരനോട് ചോദിച്ച് ഇനി എങ്ങനെയാണ് ഇവിടുന്ന് ദൂദ്പത്രയ്ക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് തന്നു കേട്ടോ. खान साहब ठीक है इधर में कितना दूर है? यहाँ से खान साहब होगा 20 किलोमीटर। 20 किलोमीटर है। ओके ठीक है आपको यहाँ से बदलनी पड़ेगी। वो आपको रात को उतरे रुकना है ना? है? रात को दूधपत्र रुकना है। नहीं वापसी कहाँ आ पाओगे? रिटर्न आएगा। हाँ हाँ रिटर्न बिल्कुल वापस नहीं आ पाओगे। क्यों?
यहाँ पर यार यहाँ से अभी 1 घंटा लगेगा आपको गाड़ी को रुकने में, और ठीक है, सवारी भरने में लगेगा 1 घंटा। और ठीक है। जब दूध पत्री जाओगे ना, दूध पत्री जहाँ गाड़ी मिलेगी ना, हाँ, गाड़ी कहाँ मोड़ दो, जगह कितनी है। दूध जब दूध पत्री पहुँच जाओगे ना, हाँ, दूध पत्री से आपको टाइम लगेगा ना, वहाँ खान साहब से टाइम दूध पत्री गाड़ी मिलने इधर कितना टाइम? वहाँ से 2 घंटे 4 घंटे 5 घंटे भी लग सकते हैं गाड़ी में सवारी आने को। आज कोई दूध पत्री जाता ही नहीं है ना, खाली टूरिस्ट जाता है हमारा। അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ദൂതുപത്രിക്ക് പോകുന്ന എല്ലാ ആൾക്കാരും ടൂറിസ്റ്റുകളാണ്, അല്ലാതെ വേറെ ഒരാൾ പോലും ദൂതുപത്രിക്ക് പോയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കച്ചവടവും കാര്യങ്ങളും എല്ലാം ദൂതുപത്രിയിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് ദൂതുപത്രിക്ക് പോകാനായിട്ട് ഷെയർ ടാക്സി ബുഡ്ഗാവിന്ന് കുറേ കിട്ടും. പക്ഷെങ്കിൽ ഇപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ അങ്ങോട്ട് പോവാത്തത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ദൂതുപത്രിക്ക് പോവുകയാണെങ്കിൽ ഷെയർ ടാക്സി കിട്ടാനായിട്ട് മിനിമം 3-4 മണിക്കൂർ കാത്തിരിക്കണം. അങ്ങനെ 3-4 മണിക്കൂർ കാത്തിരുന്ന് പോവുകയാണെങ്കിൽ അടുത്ത പോയിന്റ്, അതായത് ഖാൻ സാഹിബ് എത്തിയിട്ട് അവിടുന്ന് പിന്നെയും ദൂതുപത്രിക്ക് പോകാനായിട്ട് പിന്നെയും ഒരു 3-4 മണിക്കൂർ കാത്തിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ യാത്രയാണെങ്കിൽ വൈകുന്നേരം ഒരു 5:30-6 മണിയാവും അവിടെ എത്താനായിട്ട്. നമ്മൾ ഇന്നവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നാളെ രാവിലെ ഫുൾ കണ്ടിട്ട് റിട്ടേൺ വന്നാൽ മതി. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് റിട്ടേൺ വരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എനിക്ക് എന്താണ് സൊല്യൂഷൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങൾ എനിക്കൊരു 1000 രൂപ തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ ദൂതുപത്രി കൊണ്ട് ഇറക്കി വിട്ട ശേഷം അവിടുന്ന് തിരിച്ചിട്ടും റൂമിലേക്ക് കൊണ്ട് വിട്ട് തരാം എന്നീ സംസാരിച്ച്. വേറെ ഓപ്ഷനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് എന്നാലത് ഡണ്ണാണ്, നമുക്ക് പോകാം എന്നതിൽ സംസാരിച്ച്. അങ്ങനെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നില്ലേ എങ്ങനെയാണ് നമുക്ക് ശ്രീനഗറിൽ നിന്ന് ദൂതുപത്രിയിലേക്ക് എത്താൻ പറ്റുമെന്ന്. എന്തായാലും വേണ്ട ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് എൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ശ്രീനഗറിൽ ദാൽ ലേക്കിൻ്റെ അടുത്ത് ബാർബർ ഷാ എന്ന സ്ഥലത്താണ് കേട്ടോ താമസിച്ചിരുന്നത്. അതായത് ബാർബർ ഷായിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് പോകേണ്ട സ്ഥലമാണ് ഇക്ബാൽ പാർക്ക്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ടാക്സി പോയിന്റ്. ശ്രീനഗറിലെ ദാൽ ലേക്കിൻ്റെ അടുത്ത് ഇക്ബാൽ പാർക്കിലേക്ക് നമുക്ക് കിടന്നോ നടന്നോ അല്ലെങ്കിൽ ഓട്ടോയിലോ എങ്ങനെയാച്ചാൽ പോവാം കേട്ടോ. അറൗണ്ട് 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഓട്ടോന് പോവുകയാണെങ്കിൽ വെറും 50 രൂപ അല്ലെങ്കിൽ 60 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ എത്താൻ പറ്റും. അതിനുശേഷം ഇക്ബാൽ പാർക്കിൽ നിന്ന് നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട ലൊക്കേഷൻ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ ബുഡ്ഗാവിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അത് ശ്രീനഗറിന് ബുഡ്ഗാവിലേക്ക് പോകാനായിട്ട് 2 മെത്തഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബൈ ബസ്സിലേക്ക് പോവാം. ബൈ ബസ് പോകാനായിട്ട് നമുക്ക് ലാൽ ചൗക്ക് ഏരിയ എന്നാണ് ബസ് കിട്ടുക കേട്ടോ. ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ട്. 30-40 രൂപേൻ്റെ അടുത്താണ് ബസ്സിന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി പിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വെറും 50-60 രൂപയേ ഉള്ളൂ ബുഡ്ഗാവിലേക്ക്. അതിനുശേഷം നമുക്ക് ബുഡ്ഗാവിലെത്തിയ ശേഷം ഖാൻ സാഹിബിലേക്ക് പോകാനായിട്ട് ബസ് അവൈലബിൾ അല്ല കേട്ടോ. അവിടെ നമുക്ക് ഓൺലി ഷെയർ ടാക്സി മാത്രമേ കിട്ടുള്ളൂ. ഏകദേശം ഒരു 12 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അത് 30 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും. ഇവിടെയുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയർ ടാക്സിൽ ആൾ നിറയാനുള്ള ബുദ്ധിമുട്ടാണ്. സാധാരണ നല്ല സീസണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾ നിറയും. നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ പോയ സമയത്താണെങ്കിൽ ഒരാളും മനുഷ്യൻ ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഖാൻ സാഹിബിൽ നിന്ന് ദൂതുപത്രിയിലേക്ക് പോകാനായിട്ട് നമുക്ക് ഷെയർ ടാക്സി അവിടെ കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഗുൽമാർഗിൽ പോയ ശേഷം നമുക്ക് ടാൻമാർഗിൽ നിന്ന് മേലോട്ടേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സിയും കാര്യങ്ങളൊന്നും കടത്തി വിട്ടിരുന്നില്ല. അവിടെ അവർക്ക് പ്രത്യേക യൂണിയൻ ടാക്സിയാണ്. അപ്പോൾ അതിന് തന്നെ കയറി പോകണം. അതിന് വേറെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് സീസൺ ഡിപ്പെൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ദൂതുപത്രിയിലേക്ക് എത്താൻ പറ്റുക. ആദ്യം തന്നെ ശ്രീനഗറിലെത്തുക, ശ്രീനഗറിന് ഇക്ബാൽ പാർക്ക്, അവിടുന്ന് ബുഡ്ഗാവ് പിന്നെ ഖാൻ സാഹിബ് നേരെ ദൂതുപത്രി. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും യാത്ര തുടരാം കേട്ടോ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഷെയർ ടാക്സിക്കാരില്ലേ അങ്ങനെ ഭയങ്കര ജോലി കേട്ടോ. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിങ്ങോട്ട് പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കോപ്പറേറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ യാത്ര പോയി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഒടുവിൽ അത് സംഭവിച്ചു കേട്ടോ.
അതായത് ഞാൻ ഇത്രയും നേരം കാണാൻ കാത്തിരുന്ന ആ സംഭവം സ്നോഫോള്. മറ്റുള്ള ഏരിയയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിയിലും കാര്യങ്ങളൊന്നും സ്നോഫോൾ കിട്ടിയിരുന്നില്ല. പക്ഷെങ്കിൽ ദൂത് ബത്രയിലേക്ക് എത്തുന്നതിൻ്റെ 3-4 കിലോമീറ്റർ അല്ല 10-12 കിലോമീറ്റർ മുമ്പ് തന്നെ നമുക്ക് സ്നോഫോൾ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സിക്കാരൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ദൂത് ബത്രയിലെത്തുമ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ അവിടെ കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ താഴ്ത്തി കൈയൊക്കെ പുറത്തിട്ട് ഒരേ ഹാപ്പി കേട്ടോ. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ ഫുൾ ജിങ്കാലല മൂടാണ് കേട്ടോ. കാരണം മുമ്പോട്ട് പോകുന്നതോറും ആ സ്നോഫോളിൻ്റെ കൗണ്ട് കൂടി കംപ്ലീറ്റ് മഞ്ഞ് വീഴ്ച ഫുള്ള് തുടങ്ങി കേട്ടോ. അതേ റോഡിൻ്റെ സൈഡിൽ മരങ്ങളിലാണെങ്കിലും പിന്നെ വഴിയോരത്താണെങ്കിലും ഇങ്ങനെ മഞ്ഞ് വീണിട്ട് ആ ഒരു ഭംഗിയില്ലേ വേറെ തന്നെ രസമായിരുന്നു. കുറേ മുന്നേ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും കാര്യങ്ങളും യൂറോപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അവിടുത്തെ സ്നോഫോളും കാര്യങ്ങളും വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നോഫോളും കാര്യങ്ങളിലും നേരിട്ട് അനുഭവിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ആ ഒരു ഫീലില്ലേ അത് വേറെ തന്നെ രസം കേട്ടോ. എന്തായാലും ദൂത് ബത്രയിൽ എത്താൻ ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയണ്ട അരവാന്ന്. അപ്പൊ നേരിട്ട് കണ്ട എൻ്റെ അവസ്ഥ വിചാരിച്ചു നോക്കിയേ. ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാലേ അതിൻ്റെ എത്ര പീക്കിലാണെന്ന് എനിക്കേ അറിയുള്ളൂ. എത്രയും പെട്ടെന്ന് വണ്ടി അവിടെ എത്തി പാർക്കിലിട്ട ശേഷം ഈ മഞ്ഞ് കളിച്ച് തുള്ളലായിട്ട് എൻ്റെ മനസ്സ് അത്രയ്ക്ക് കൊതിച്ചു തുടങ്ങിട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഒടുവിൽ നമ്മൾ ദൂത് ബത്രയുടെ ടോൾ ഗേറ്റിൽ എത്തിട്ടോ. അങ്ങനെ നമ്മുടെ മുക്താറിക്ക, അതായത് നമ്മുടെ ഷെയർ ടാക്സിക്കാരൻ, അദ്ദേഹം ടോൾ ഗേറ്റിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഉള്ളോട്ടേക്ക് എൻട്രി ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളെ ഷെയർ ടാക്സിക്കാരനായ ഇക്കനോട് ഞാൻ പറഞ്ഞു, ഇക്ക നിങ്ങൾ പാർക്കിൽ നിന്നോ, എത്രയും പെട്ടെന്ന് പോയി വരാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി വരഞ്ഞ്, കാരണം തിരിച്ച് നമുക്ക് അത്രയും ദൂരെ യാത്രകളാണ്, റോഡൊക്കെ ക്ലോസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ പുള്ളി പാർക്കിങ്ങിൽ ഇട്ട ശേഷം ഞാൻ പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ മോനെ അങ്ങനെ നമ്മൾ ദൂത് ബത്ര എത്തി വരുന്ന സമയത്തില്ലേ, അത് ഇന്നലെ പേൽഗാവിലുള്ള ഒരു വരണ്ട കാലാവസ്ഥ കണ്ടേ. പക്ഷെ ഇവിടെ വെച്ചാല് ശരിക്കും പറഞ്ഞാല് ദൂത് ബത്ര സ്കിപ്പ് വിചാരിച്ചാ, പക്ഷെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നല്ല വ്യൂ മിസ്സായി കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഏത് വൈബ്, പൊളി ഏരിയ, പക്കാ സ്നോഫോള്. ഇതെങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിലേ കാശിൽ വന്നേനുള്ളതേ പോയിരുന്നു. ഏത് പൊളി, തണുത്തിന് രക്ഷല്ല കേട്ടാ. പക്ഷെ എന്നാലും നമ്മളൊരു ഫീലുണ്ടല്ലോ, കിട്ടില്ലേ. ഏത് പൊളിയാ. ഇവിടൊക്കെ അല്ലേ ഈ വണ്ടിയൊക്കെ പെട്ട് കിടക്കുക. കാരണം താഴോട്ട് പോകണ്ട, മൊത്തം ഇതാണ് പരിപാടി. മഞ്ഞ് വീണിട്ട് ഫുള്ള് ബ്ലോക്കായി കിടക്കുക. അപ്പോൾ വണ്ടിയൊക്കെ മുമ്പൊക്കെ വേറെ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് സ്ലിപ്പായിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ശരിക്കും ഏത് വൈബ്. ഓ, ദൂത് ബത്ര വന്നില്ലെങ്കിലേ വൻ നഷ്ടമായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഏത് പൊളി. കാരണം ഈ ഒരു സെറ്റപ്പ് ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് ദൂത് ബത്ര സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാ. പക്ഷെങ്കിൽ കിടിലെന്ന് പറഞ്ഞാൽ കിക്കിള്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും എത്രത്തോളം പൊളിയാണ് ദൂത് ബത്രയെന്ന്. അങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പിന്നാലെ ഒരു റെയിൻകോട്ട് ഇട്ട ഒരാൾ കൂടി കേട്ടോ. അയാൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എനിക്ക് ചെറിയ പൈസ തന്നാൽ മതി, ഞാൻ ദൂത് ബത്ര മുഴുവനായിട്ട് നിങ്ങളെ കറങ്ങിക്കാണാന്ന്. ആദ്യം അയാൾ പറഞ്ഞ പൈസ 1000 രൂപ കേട്ടോ. ഞാൻ പറഞ്ഞ് 1000 രൂപയൊന്നും തരാൻ പറ്റില്ല. അങ്ങനെ അയാൾ പറഞ്ഞ് അവസാനം 800 ആക്കി. അപ്പം ഞാൻ പറഞ്ഞു 800 1000 ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഫുൾ കറങ്ങി കണ്ടിട്ട് പോയിക്കോളാന്ന്. എന്നിട്ടൊന്നും അയാൾ വിടുന്നില്ല കേട്ടോ. അവസാനം പറഞ്ഞ് അവസാനം 400 രൂപയ്ക്ക് ഡീലാക്കി കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഈ ദൂത് ബത്ര മുഴുവനായിട്ട് കറങ്ങി കാണാൻ എന്തിനാണ് ഒരു ഗൈഡ് എന്ന്. ആട്ടെ, വരുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. സ്നോഫോൾ എന്നല്ല, നമ്മുടെ യൂറോപ്പിലൊക്കെ കൺട്രിയിൽ പോകുന്ന ടീംസൊക്കെ
തണുത്തിന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. യൂറോപ്പ് കൺട്രീസൊക്കെ ആദ്യം സ്നോഫോൾ എന്നുള്ള മറ്റേ സ്റ്റോറി കിടുമ്പോൾ നമ്മളായിരിക്കും നമ്മുടെ നാട്ടിൽ സ്നോഫോൾ ഇല്ലാത്തത്. നമുക്ക് ഇവിടുത്തെ സ്നോഫോൾ നമ്മൾ അറിയാത്തോണ്ടല്ലേ. അയ്യോ, ഈ ഇക്കയുടെ പേര് പറയാൻ മറന്നു കേട്ടോ. ഈ ഇക്കയുടെ പേര് എന്താന്ന് വെച്ചാല് മുക്താർ ഉമർ പത്താൻ കേട്ടോ. അങ്ങനെ ഞങ്ങള് ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ നല്ല കമ്പനി കേട്ടോ. അങ്ങനെ ഞങ്ങള് പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് ദൂതുപത്തിൽ കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പെൽഗാമും ഗുൽമാർഗും സോനമാർഗും വെച്ച് ഏറ്റവും തണുപ്പ് കേട്ടോ. പീക്കാണ് തണുപ്പ്. अभी कितना ठंडा अभी डिग्री सेल्सियस है? माइनस है माइनस कितना? -5 है कितना? -4 होगा. -4 ऊपर होगा 0 जहाँ पर जा रहे हैं आप. हाँ इतना जहाँ पर एपीटी बाइक जाती है ना. हाँ ये बाइक है उधर. हाँ അങ്ങനെ നമ്മൾ നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഓരോരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ മുക്താർക്ക് നമുക്ക് അവിടുത്തെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്നു തുടങ്ങി കേട്ടോ. इसमें ये छोटे कांटे हैं ना, इसमें निकलने शुरू हो गए, इसीलिए बंद करिए. इसमें भेड़ बकरी को अंदर ना जाए, इसीलिए बंद. ओ ठीक है. वो क्या है? फ्लावर है, मैं देखा था. आगे से दिखा लो. पहले इसका कलर लाल होता है. ओ ठीक है. फिर वाइट होता है. इसके 4 कलर होते हैं ऑटो. ये बहुत बड़ा होता है. यहाँ पर सनलाइट जाती है ना, सन जैसे घूमता है ये भी घूमता है. हाँ ये वाला, ये छोटे वाले. ओके ओके ओके. ये नेचुरली होते हैं. ഈ ഫ്ലവറിൽ 4 കളറാവും. ആദ്യം ചുവപ്പ്, പിന്നെ പച്ച, പിന്നെ വെള്ള, ഒന്നും കൂടെ പറഞ്ഞ ഓർമ്മയില്ല. അപ്പോൾ സണ്ണിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ആ പൂവും അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് കറങ്ങുന്നു. നമ്മുടെ നമ്മുടെ ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. ഇന്ത്യ അറിയണം, ഇത്രയ്ക്ക് നല്ല ഇത്ര മനോഹരമായ ഇന്ത്യ. അതായത് ശരിക്കും ഇന്ത്യനെ കൊണ്ട് പണ്ടൊക്കെ പഠിക്കുന്ന വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും അതാണ്. അതായത് രാജസ്ഥാനിൽ പോയപ്പോൾ രാജസ്ഥാനിൽ ഏകദേശം ഒരു വരണ്ട കാലാവസ്ഥയാണ്, പക്ഷെ അതിനും അതിൻ്റെതായൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ പറയണ്ടേ, ആഗ്രയിൽ പോയപ്പോഴും താജ്മഹലും അതിനും അതിൻ്റെതായൊരു ഭംഗിയുണ്ട്. അങ്ങനെ എല്ലായിടത്തും അതിൻ്റെ സ്ഥിതി പോയാണെങ്കിലും പക്ക നാച്ചുറൽ ബ്യൂട്ടിയാണ്. മലകളും പുഴകളും നമ്മൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 2 മലേനെ നടുക്കൂടി കിടക്കുന്നു, മഴ നടുക്കൂടി പുഴ കയറില്ലേ, ആ ഒരു ഭംഗിയാണ് സ്ഥിതിക്ക്. പക്ഷേ കാശ്മീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ വേറെ ഭംഗിയാണ്. ഇത് രസമാണ് സ്നോ പെയ്യുന്നതും ഒന്നും പറയട്ടോ. കിട്ടിയില്ലേ ഗ്ലൗസ് കണ്ട അത്രയ്ക്ക് തണുപ്പുണ്ട്. ഈ ഗോപ്രോ ഇല്ലെങ്കിൽ എനിക്ക് ഈ സെക്ഷനൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഫോണ് കൈ പിടിക്കുക തന്നെ മരവിച്ചു പോവാ. ഒരു പൊടി കിട്ടിയില്ലേ. അങ്ങനെ നമ്മുടെ മുക്താർക്ക നമ്മളോട് എൻ്റെ നാട് എവിടെയാണെന്നും പിന്നെ എത്ര ദിവസമായി കാശ്മീർ വന്നിട്ടെന്നും പിന്നെ കാശ്മീർ വന്ന ശേഷം എന്തൊക്കെ കണ്ട് എവിടെയൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി കേട്ടോ. शिकार की है. पहलगाम कैसा लगा? पहलगाम है अलग ही ब्यूटी है. हाँ जी भैया. मतलब उधर एक गांव लाइक है. गांव ऐसे इधर इतना स्नोफॉल नहीं है, इतना बर्फ नहीं है अभी पहलगाम में. हाँ आप ऊपर नहीं गए? ऊपर गया. लेक कहाँ कोई किस लेक पर गए? मतलब उधर ही है. हाँ इतना नहीं है. हाँ जी. अभी आर्य वाली गया, चंदन वाली गया, बेटा वाली गया. बेटा वाली? हाँ सब गए. और उसके बाद मिनी स्विट्जरलैंड गया. उधर ही अभी ये नाम है, अभी ये एंड करना टाइम है. हाँ सही. अभी इधर ही ज़्यादा है. അങ്ങനെ നമ്മൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ മരങ്ങളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമ്മുടെ മുക്താറിക്ക ആ മരത്തിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വിസ്തീരിച്ച് തന്നു തുടങ്ങി. पेड़ है ना भैया, हाँ जो शिकारा बनता है ना वो इसी से बनता है. ओ ठीक है ठीक है. हाँ ये गवर्नमेंट का होता है, अपना होता है. गवर्नमेंट का अपना होता है. ओके ठीक. देखो जैसे सूख गया ना भैया, हाँ इसकी डेथ, ये मर गया, डेथ हो चुकी है इससे. किधर? अब ये गिरेगा, ये सूख गया ना पूरा, हाँ 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 हाँ. ये गिरेगा. ओके ठीक है ठीक फिर है. इसको गवर्नमेंट उठाएगा, फिर सैलरी करेगा. जैसे देखो ये खत्म हो चुका है, अब इसका कोई फायदा नहीं, ये आपने आप गिरेगा. നമ്മുടെ മുക്താറൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ കണ്ട ഈ മരങ്ങളില്ലേ, ഈ മരത്തിന്റെ തടി കൊണ്ടാണ് നമ്മൾ 2 ദിവസം മുന്നേ ചെയ്ത ഷിക്കാര റൈഡില്ലേ, ആ ഷിക്കാര റൈഡ് ചെയ്ത ഷിക്കാര ഈ മരത്തിലെ തടികൾ കൊണ്ടാണ് ഉണ്ടാക്കുക. പച്ച മരം കൊണ്ടല്ല, ഓരോ മരത്തിനും ഓരോരോ കാലാവധി ഉണ്ട്.
അങ്ങനെ ഓരോ മരത്തിന്റെ കാലാവധി കഴിയുന്നതോട് കൂടിയിട്ട് ഈ മരം എന്തെയും കടപുഴകി വീഴും. അങ്ങനെ വീഴുന്ന മരത്തിന് എന്തെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് ഓരോരോ പീസാക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഷിക്കാര റൈഡ് ചെയ്യാനുള്ള ഷിക്കാരൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കൂടാതെ ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തമാണ്. വേറൊരാള് വന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വിവരം അറിയുന്നൊക്കെ ഇക്ക ഇടയ്ക്ക് കൂടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബൈക്കിൽ കിട്ടുന്ന 3500 जी भैया അരേ ബാപ്പേ फॉरवर्ड ബൈക്ക് പോകില്ലേ 3000 റുപ്യ ഒരാൾക്ക് പോവേ ചേച്ചക്ക് മെണ്ടൻ. നമ്മളെ ഒരു ഫോട്ടോ എടുത്ത് അതിനകത്ത് ഇരുന്നിട്ട് और कितना किलोमीटर बैलेंस है? अभी 2 किलोमीटर पार्किंग तक है भैया। ये बात हैं उधर तक हाँ ऊपर तक कितना किलोमीटर टोटल? तो वहाँ तक हाँ यहाँ से 5 दिखा था 4 किलोमीटर बचा है 6 किलोमीटर रिवर तक। ओ ठीक है बहुत तक हम जाएगा आगे बहुत तक जाएगा ओ ठीक जहाँ तक आपकी मर्जी बहुत तक जल्द से उतना चल जाएगा जहाँ तक आपकी मर्जी जहाँ तक चलता हो मेरा मुझे- इशू कोई नहीं देखो मेरी आदत है हाँ ठीक है मेरा भी आदत है फिर आप मैं कितना दूर जा सकता है उतना दूर चलेगा हैप्पी हैप्पी देखो सही बात है हाँ। मुझे ये जगह मुझे लास्ट जगह है जी भैया ओके इसके बाद मुझे रूम में जाएगा पैक करेगा सोएगा सुबह में 6 बजे 7 बजे उठेगा ओके भैया दिल्ली इसलिए हाँ। അങ്ങനെ ഞാൻ ആ ഇക്കനോട് ഇതാണ് എൻ്റെ അവസാന ലൊക്കേഷൻ എന്നും ഇതിനു ശേഷം എനിക്ക് വേറെ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല, തിരിച്ച് റൂമിലെത്തുക, പെട്ടി പാക്ക് ചെയ്യുക, നേരെ തിരിച്ച് ഡൽഹിക്ക് പോവുക എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നടന്ന് പോയപ്പോൾ ഒരു സ്ഥലത്തെത്തി കേട്ടോ. स्टैंड है गाड़ी हाँ। वो यहाँ पर है गाड़ी का हाँ जी भैया ये हाफ रोडिंग है हाँ। ये रोड है आपका रोड साइड ठीक है क्या अच्छा है तुझे दो तुझे दो ये वाला अच्छा है ये वाला अच्छा है बताओ। यहाँ से रोड से जाएंगे हाँ आगे अच्छा ग्राउंड मिलेगा हमें फिर वापसी में हम टर्न करेंगे यहाँ से हाँ। फिर जाएंगे वहाँ से आएंगे यहाँ हाँ। यहाँ से टर्न करेंगे अंदर और- से ये भी इग्नोर हो जाएगा और ठीक है दोनों जगह था നമ്മുടെ മുക്താറൊക്കെ പറയാൻ എന്താന്ന് വെച്ചാല് ഇവിടം തൊട്ട് മെയിൻ ദൂതുവത്തിലേക്ക് പോവാൻ 2 വഴിയുണ്ട്. ഒന്ന് ഈ കാടിന്റെ ഇടയിൽ കൂടെ പോകുന്ന റൂട്ടും മറ്റേത് റോഡ് കൂടെ പോകുന്ന റൂട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു രണ്ടും നല്ലതാണ്. ഈ വഴിക്ക് പോവാണെങ്കിൽ ഒരു വലിയൊരു ഗ്രൗണ്ടിലെത്തും, പിന്നെ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതിലെ തന്നെ വന്ന് റിട്ടേൺ അടിച്ച് പോവാന്ന്. അപ്പൊ എന്തായാലും നമുക്ക് 2 റോഡും കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇത് റോഡ് വഴിയുള്ള മാർഗം ചൂസ് ചെയ്തു കേട്ടോ. നല്ല മഞ്ഞ് വീഴുന്നു. തണുപ്പ് കുറഞ്ഞു കേട്ടോ, നമ്മൾ അഡാപ്റ്റ് ആയതാണെന്ന് അറിയില്ല, തണുപ്പ് കുറവുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മൾ അതുവരെ കണ്ടതിൽ നിന്ന് മഞ്ഞ് കൂടി 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 വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ സോനാമാർഗിലും ഗുൽമാർഗിലൊക്കെ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ദൂതുപത്രിയുടെ ഭംഗിയില്ലേ, അത് വേറെ തന്നെയാണ്. ആദ്യം സ്കിപ്പ് വിചാരിച്ചാ പക്ഷെ വന്നപ്പോ മോനെ പൊപ്പൊളി സ്നോഫോൾ ഉണ്ട്, കുതിരയുണ്ട്. അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ പഞ്ഞിക്കട്ട പോലെ കുറെ മഞ്ഞും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കെ ഒരു പഞ്ഞിക്കട്ട കട്ട് ചെയ്തിട്ട് കൈ പിടിച്ചു കേട്ടോ. വെറുതെ അല്ല, ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അതുണ്ട് ഇതിന്റെ മേലെ നമ്മളിതില്ലേ മാസിയോ പെപ്സിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ നടന്ന് നമ്മൾ വണ്ടി ഇറങ്ങി തൊട്ടിട്ട് ഒരു 4-5 കിലോമീറ്റർ നടന്ന ശേഷം നമ്മളൊരു വലിയൊരു ഗ്രൗണ്ടിന്റെ ഏരിയയിൽ എത്തി കേട്ടോ. ഇതാണ് പരേജ് മൈതാൻ. ഇവിടം വരെ വണ്ടി ഉള്ളൂ, ഇങ്ങോട്ടേക്ക് കുതിര. ആ ടീക്ക് ചലോ.
ഇത് വലിയ ഗ്രൗണ്ട് പക്ഷെ ഫുൾ അൾട്ടിമേറ്റ് വൈറ്റ് ആയി നമുക്ക്. അത് ദൂരെ വീട് കണ്ടോ, അത് വെച്ചാൽ 10-20 കൊല്ലം പഴക്കമുള്ള വീടാണ്. അത് വെറും മണ്ണും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെയുള്ള അവിടെ താമസിക്കാതെന്ന് വെച്ചാൽ ആട്ടിടന്മാരെ വീടാട്ടോ, ആട്ടിടന്മാരെ വീടാണ്. ഇപ്പം നമുക്കൊരു കാര്യമല്ലോ, അപ്പോൾ ഇവർ ജൂൺ ജൂലൈയിലെ റിട്ടേൺ വരുള്ളൂ. അതുവരെ അവർ വേറെ സ്ഥലങ്ങൾ, ജമ്മു അതുപോലെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് താമസിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി 2 കിലോമീറ്റർ കൂടി ദൂരം അത്രയ്ക്കുണ്ട്. ഇതും കഴിഞ്ഞ് നമ്മൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് റിട്ടേൺ അടിച്ചിട്ടോ. അതുകൊണ്ട് 2 മണിക്കൂർ നടക്കും നമ്മൾ. जो राजी शूट हुई ना भैया, क्या? आलियाबाद की राजी जो शूट हुई ना, हाँ वो यहाँ पर हुई थी। राजी मूवी राजी मूवी आलियाबाद की वो शूट यहीं पर हुई थी। उसको जिगजैग मोड़ बोलते हैं। वो वाला व्यू है ना, वो पेड़, उस तरफ बड़ी पहाड़ी है, इस तरफ ये बड़ी पहाड़ी है। ओ ठीक है, तो वो वाला व्यू शूट के लिए पाकिस्तान बनाया, ये वाला व्यू शूट के लिए इंडिया बनाया। ओके ओके ओके, शूट के लिए खाली शूट। हाँ ठीक है. ആലിയാഭട്ടിൻ്റെ ഒരു സിനിമ ഉണ്ട് പോലും, ക്യാ രാജിയെ രാജി ഫിലിം ഇവിടുന്ന് ഷൂട്ട് ചെയ്ത പോയി ഫിലിം. അവിടെ ആ ഒരു കയറ്റല്ലേ, അടുത്തൊരു കയറ്റുണ്ട്. ആ കയറ്റം കണ്ടോ, ആ കയറ്റം പാകിസ്ഥാനായിട്ട് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് പാകിസ്ഥാനാക്കി. അതുപോലെ തന്നെ ഇപ്പുറത്തെ കയറ്റുണ്ട് ഈ ഭാഗത്ത്, ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ആ ഭാഗം ഇന്ത്യ ആക്കി. രാജി ആലിയാഭട്ട് ഇപ്പോൾ ഒരു കണ്ടു നോക്കണം എന്താ അവസ്ഥ, കണ്ടിട്ടൊക്കെ പറയാം. അപ്പം പറയാലോ, അയ്യര് ഞാനവിടെ പോയിട്ടുണ്ട്. कल गिर गया अब इधर में मिनी स्विट्जरलैंड में, पूरा मिट्टी एकदम पूरा वहाँ तक ऊपर तक पक्का कीचड़ में गिर गया. कुछ दिक्कत नहीं, गिर गया. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ഒരു കുട പോലത്തെ ഒരു സ്ഥലം കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ എന്താണ് പ്രത്യേകത, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മുക്താറൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കേട്ടോ അവിടുത്തെ പ്രത്യേകത. എന്നെ കാണുന്ന ഈ തൊപ്പി പോലത്തെ ഒരു അമ്പർല പോലെ സ്ഥലം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഋഷിക്കൽ. ഋഷിക്കൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഈ ടീംസ് ഇല്ലേ, നമ്മളെ ആട്ടിടന്മാർ, അവർക്ക് മക്കളൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയെ കൊണ്ട് മുട്ട അടിക്കൂലേ, അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുക, മുണ്ടനം ചെയ്യുക. അത് നമ്മൾ മുട്ട അടിക്കുക, ആ സംഭവം മുട്ട അടിച്ച് ചുട്ട് കുത്തുക, ആ പരിപാടി. ഋഷിക്കൽ ലക്ഷം ടീംസ് ഉണ്ട്. അങ്ങനെ നമ്മള് വണ്ടി ഇറങ്ങിയ തൊട്ടിട്ട് നടന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിന്റെ അടുത്ത് നടന്ന ശേഷം നമ്മള് മെയിൻ ദൂദ്പത്രിയില് എത്തിട്ടോ. അങ്ങനെ നമ്മൾ ദൂദ്പത്രി എത്തി കേട്ടോ. ഇതാണ് ദൂദ്പത്രി. ഇവിടെ കിतना रूम है? 120 रूम है. അമ്മേ 100 റൂം ഉണ്ട് ഇവിടെ. രസമാണ്, ഒരേ പൊളി. आसपास हम कितना घूमा था आज? उधर तक इधर मैं आसपास 10 किलोमीटर. 10 കിലോമീറ്റർ. പണ്ടേ മാത്രം 10 കിലോമീറ്റർ നമ്മൾ നടന്നു കേട്ടോ. 10 കിലോമീറ്റർ. പക്ഷേ നേരത്തെ ഇവിടെ വ്യൂ ഇല്ലേ, അതിൻ്റെ കാഴ്ചയൊക്കെ ഒന്നുമില്ല. വലിയ പൊളി. ये है ग्लो हट, ये नाइट सिटी के लिए है हट. ओ ठीक है. ओ ठीक है. मैं आपको शालीगंगा दिखा के ले जाऊंगा. ओ ठीक है, चलो चलो यहाँ से आ जाओ. ठीक है. शालीगंगा के दिखा. ओ ठीक है. आज उधर तक इधर मैं आसपास 10 किलोमीटर. 10 കിലോമീറ്റർ. പണ്ടേ മാത്രം 10 കിലോമീറ്റർ നമ്മൾ നടന്നു കേട്ടോ. 10 കിലോമീറ്റർ. പക്ഷേ നേരത്തെ ഇവിടെ വ്യൂ ഇല്ലേ, അതിൻ്റെ കാഴ്ചയൊക്കെ ഒന്നുമില്ല. വലിയ പൊളി. ये है ग्लो हट, ये नाइट सिटी के लिए है हट. ओ ठीक है. ओ ठीक है. मैं आपको शालीगंगा दिखा के ले जाऊंगा. ओ ठीक है, चलो चलो यहाँ से आ जाओ. ठीक है. शालीगंगा के दिखा. ഓ ടീക്ക്. അതുകൊണ്ട് അതാണ് നമ്മളെ ക്ലീൻ ചെയ്ത വണ്ടി കേട്ടോ.
क्लीन करने की गाड़ी है ना वो वाला ये मशीन रोड साफ करना അങ്ങനെ നമ്മുടെ ഇക്ക ഇവിടുത്തെ ഓരോ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഇതൊന്നല്ല ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട്. അത് എന്താന്ന് വെച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ ഷാലി ഗംഗ എന്ന് പറഞ്ഞു റിവർ ഉണ്ട്, അത് കാണാൻ നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതെവിടെയെന്ന് വെച്ചപ്പോൾ ഇക്ക പറഞ്ഞു കുറച്ച് അങ്ങോട്ട് നടക്കണം, വിട്ടാലോന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേഗം അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നു കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ ഷാലി ഗംഗ റിവർ കാണാൻ കേട്ടോ. ये मैं दूध पत्री है ये ആ ഇതാണ് മെയിൻ ദൂത് പത്രി. നമ്മൾ ഷാലി ഗംഗ ഇങ്ങനെ ഉണ്ടാവും അറിയില്ല, പോയി നോക്കട്ടെ. ഇവിടെ ഈ ചുറ്റും കാണുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ 100-150 വർഷത്തിന് മേലെ പഴക്കമുണ്ട് കേട്ടോ. കൂടാതെ ഈ വീടുകളൊക്കെ ഇവിടെ താമസിക്കുന്ന ആട്ടിടയന്മാരുടെയാണ്. ഇവിടെ കൂടുതലായിട്ട് മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഗുൽമാർഗിലെ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ അവര് മഞ്ഞില്ലാത്ത, അതായത് ജമ്മു ശ്രീനഗർ ആ ഭാഗത്തേക്കൊക്കെ പലായനം ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ ജൂൺ ജൂലൈ ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ പോയി നല്ല പച്ചപ്പോ ആ സമയത്താണ് ഇവർ മടങ്ങി ഇങ്ങോട്ടേക്ക് വരിക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ദൂതുപത്രിയിൽ വന്നിറങ്ങിയ സമയത്ത് മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ മഞ്ഞ് വീഴ്ച നിന്ന് പോയെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദേ മഞ്ഞ് വീഴ്ച നല്ല രീതിക്ക് പിന്നെയും പെയ്ത് തുടങ്ങി കേട്ടോ. അതും കൂടെ പെയ്തപ്പോൾ നമ്മളെ ഷാലിക്കൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നല്ലോണം കൂടി കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഷാലിഗംഗ റിവറിന്റെ അടുത്തെത്തും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊമെന്റിലാണ് നമ്മുടെ കൂടെ ഈ റിക്ക ഉള്ളത് എത്രത്തോളം ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലായത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇദ്ദേഹം കൂടെ വരാൻ കുറേ മടിച്ചിരുന്നെങ്കിലും ഇങ്ങേര് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഏരിയയും കാര്യങ്ങളൊന്നും ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു പരിസരത്തൊന്നും ഒരു മനുഷ്യനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും നടന്നു വരില്ല. പകുതി ദൂരം വന്നിട്ട് അതുപോലെ തന്നെ മടങ്ങിപ്പോയിരുന്നു. എന്തായാലും ഈ നമ്മളെ വിടാതെ പിന്നാലെ കൂടിയിട്ടാണ് നമ്മളിങ്ങോട്ട് എത്തിയത്. എന്തായാലും ആ ഒരു സമയത്താണ് മുക്തറിക്കേണ്ട വിലയും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഷാലിഗംഗ കാണാൻ പോവാണ്. അതിൻ്റെതായ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പീക്കാണ്. നമുക്ക് പോകാം. നമ്മുടെ ഗൈഡ് ഉച്ചയ്ക്ക് കൊള്ളാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിരുന്നുണ്ട്. നമ്മള് നമ്മുടെ പെൽഗാം എപ്പിസോഡിൽ വണ്ടിയിൽ വെച്ചിട്ട് അവളെ പരിചയപ്പെട്ടിരുന്നു മൊയ്തീനിക്കാനെ. അപ്പം മൊയ്തീനിക്ക നമ്മളെ ദൂതുപത്രി സന്ദർശിച്ചപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മരങ്ങൾക്കിടയിലാണ് മഞ്ഞെന്ന്. പുള്ളിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ക്ലിക്ക് ചെയ്യില്ല കേട്ടോ. പക്ഷെങ്കിൽ നേരിട്ട് കണ്ടപ്പോഴാണ് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി കേട്ടോ. നമുക്ക് ദൂരെ കണ്ടോ ആ വഴിക്ക് നമ്മൾ വന്നു കേട്ടോ. ദൂരെ കണ്ടോ ഷാലിഗംഗ റിവർ കാണാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പോയി കണ്ടിട്ട് വിട്ടാണ്. കുറേ നടക്കാണ്ട്. അങ്ങനെ നമ്മൾ എടുത്ത് ഭാഗത്ത് പോകുന്നില്ലേ, അതാണ് ഷാലിഗംഗ റിവർ കേട്ടോ. എൻ്റെ മെയിൻ ഒരു ഭാഗം അവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ കുറേ കുതിരക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മള് ഷാലിഗംഗ റിവറിന്റെ അടുത്ത് എത്തിട്ടോ. അങ്ങനെ റിവറിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് കാണാൻ അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ആയി. അങ്ങനെ ശരിക്കും പറഞ്ഞാല് ആ വെള്ള പോച്ച ആ ഒരു പഞ്ഞിക്കെട്ടൂടെ ശരിക്കും ഓടി കേട്ടോ. അങ്ങനെ ഓടി ആ ഷാലിഗംഗ കണ്ടപ്പോ എന്റെ സാറേ ഒന്നും പറയില്ല. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടുക്ക് കൂടിയാണ് പുഴയും കാര്യങ്ങളൊക്കെ ഒഴുകുക. ഇവിടെയാണെങ്കിൽ ആ 2 സൈഡിലുള്ള പഞ്ഞിക്കെട്ടിന്റെ തൊട്ട് നടുക്കായിട്ട് ആ ഷാലിഗംഗ ഒഴുകുന്ന ഭംഗിയില്ലേ, അത് ഭയങ്കര രസം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ക്യാമറ കൂടെ കാണാൻ പറ്റുന്ന അറിയില്ല, പക്ഷെങ്കിൽ ഞാനെ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. इसका पानी बिल्कुल वाइट होता है, वो बीच बीच में वाइट दिख रहा है ऐसे दूध की तरह, इसीलिए इसको दूध सागर के नाम से जाना जाता है. ஷாலிகங்கா रिवर ये पहाड़ों के बीच में
हाँ 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 ठीक है ये भी हमारा लास्ट पॉइंट है हाँ जी भैया ठीक है അങ്ങനെ നമ്മുടെ യാത്രയിലെ കാശ്മീർ യാത്രയിലെ അവസാനത്തെ പോയിന്റ് ഈ പോയിന്റ് കവർ ചെയ്യാൻ പറ്റും വിചാരിച്ചിരുന്നില്ല പക്ഷെ അവസാനത്തെ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ പോവാണ് ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ റിട്ടേൺ റൂം നന്ദി ഉറങ്ങുക രാവിലെ ബാഗ് പാക്ക് ചെയ്യുക തിരിച്ച് ഡൽഹിക്ക് പോവുക ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ യാത്രയിൽ ഈ കാശ്മീർ എൻ്റെ സീരീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരിടത്ത് പോലും ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ തന്നെ ഇഷ്ടം ഈ യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ 160 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ 179 ആയിട്ടുണ്ട് ഹായ് ജി एकदम रेडिया हाय कैसे हो बस बढ़िया कैसे लग रहा है എല്ലാവരും ഒരേ ഹാപ്പിനെസ് അങ്ങനെ നമ്മള് ശാലിക കണ്ട് തിരിച്ച് നടക്കാൻ നോക്കും മുക്താറൊക്കെ പറഞ്ഞേ കഴിഞ്ഞിട്ടില്ല ഒരു പോയിന്റും കൂടെ അത് ബോണസ് ആണെന്ന് അത് എന്താന്ന് ചോദിച്ചപ്പോ ഇക്ക പറഞ്ഞേ അത് സസ്പെൻസ് ആണ് എന്തായാലും എൻ്റെ പിന്നാലെ വന്നോ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ശരിക്കും ഇതിനേക്കാളും ഞെട്ടിക്കൊന്ന് അങ്ങനെ എന്താണ് സംഭവം എന്നുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി പുള്ളിന് പിന്നാലെ കൂടിയിട്ടു ഞാൻ കഴിഞ്ഞ ഒരു പേര് കൊണ്ടുപോയി അങ്ങനെ നടന്ന് മുമ്പോട്ട് പോയപ്പോ ശരിക്കും പറഞ്ഞ കിളി പോയിട്ടാ ഇതാ കണ്ടു നോക്ക് ഓ വെടിയാ നമ്മൾ കാണുമ്പോൾ കാണാൻ ലേക്കാണ് ഇത് ലേക്ക് ഫുൾ ഫ്രീസ് ആയിട്ടുണ്ട് ഇങ്ങനെ 3 ലേക്ക് ഉണ്ട് ഒന്നിത് 2 അവിടെയാണ് ഉള്ളത് ഒരു മൂന്നാമത്തെ ഒന്നുമല്ല അത് ഏറ്റവും വലുത് ഫുൾ ഫ്രീസ് ആയി കളിക്കാം എന്ത് രസമനെ മൂഡ് എന്നൊക്കെ പറഞ്ഞല്ലേ പ്രോ മാക്സ് ആണ് ഇതില് കണ്ടോ ഇതൊക്കെ ലേക്കാണ് അങ്ങനെ നമ്മള് ഷാലി ഗംഗയും കണ്ട് പിന്നെ ഈ ഫ്രീസായ ലേക്കും കണ്ട ശേഷം നമ്മള് തിരിച്ച് ടാക്സി പോയിന്റില്ലേ അങ്ങോട്ടേക്ക് റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പൊ നല്ല സ്നോഫോൾ ഉണ്ട് ഇപ്പോൾ കണ്ടോ. ശരിക്കില്ലേ ഒരു ഗൈഡ് വേണ്ട കേസുണ്ട് നിങ്ങൾ ഇല്ലെങ്കിൽ മൂഞ്ചി പോയിട്ട് കാരണം വഴി അറിയില്ല. കാരണം ഈ ഗൈഡിനൊക്കെ ഒന്നും നടക്കില്ല. ഇവിടെ പണി വന്നു നേരത്തെ സ്ഥലത്ത് വീണതാണ്. അതാണ് പ്രശ്നം. ഇതുണ്ടോ അടുത്ത ലേക്ക് അമ്പത് ഫുള്ള് ഫ്രീസായി കിടക്കുന്നത്. കംപ്ലീറ്റ് ഫ്രീസ് ആട്ടോ. ഓ ഏകദം മോനെ. അങ്ങനെ നമ്മള് പാട്ടൊക്കെ പാടി തുള്ളിക്കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുക്താറക്ക ഒരു ഇറക്കത്തുനിന്ന് മഞ്ഞിക്കൂടെ ഇങ്ങനെ ഊരി പോകുന്ന കണ്ടിട്ടോ. അത് കണ്ടപ്പോ ഞാനും സെയിം റൂട്ട് പിടിച്ച്. അയ്യോ नहीं कुछ नहीं मजा बना ബെസ്റ്റ് കേട്ടോ. ശ്രീനഗറിൽ കാശ്മീരിൽ ട്രിപ്പിലെ
ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇവിടെ അവസാനിപ്പിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. സ്കിപ്പ് ചെയ്ത് നിന്നാ ശ്രീകാറിന് ഒടുക്കത്തെ മഴയാണ്, വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ കാശ്മീരിൽ വൃത്തിയായി പോയത്. ഇവിടെയല്ല ഓരോന്നോരോ ഭംഗിയില്ല. പക്ഷേ ഈ ഒരു ഏരിയ തകർത്ത് പൊളി. അങ്ങനെ നമ്മുടെ ദൂതുപത്രയുടെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മൾ ശ്രീനഗറിലെ റൂമിൽ പോയ ശേഷം നാളെ പെട്ടിയും കിടക്കിയെടുത്തിട്ട് നേരെ ഡൽഹിക്ക് പോവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ്, അതായത് ലാസ്റ്റ് എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ അവസാന എപ്പിസോഡാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ശ്രീനഗറിലെ ദാൽ ലേക്കിലെ ഷിക്കർ റൈഡ് ചെയ്തും, പിന്നെ ഗുൽമാർഗിലെ കേബിൾ കാർ റൈഡും, പിന്നെ സോനാമാർഗിൽ പോയിട്ട് മഞ്ഞ് മനുഷ്യ ഉണ്ടാക്കിയും, പേൽഗാം പോയിട്ട് ഹോഴ്സ് റൈഡ് ചെയ്തും, ഒടുവിൽ അവസാനം ദൂതുപത്രയിൽ പോയിട്ട് മഞ്ഞ് മഴയും കൂടെ ഷാലേഗംഗയും കണ്ടിട്ട് നമ്മളും തിരിച്ച് ഡൽഹിക്ക് റിട്ടേൺ പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ ചാച്ചനോട് കാശ്മീരിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് ഞാൻ ബാർബർ ഷായിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ റിട്ടേൺ പോകട്ടോ. നമ്മുടെ ലാസ്റ്റ് ദിവസം നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ ബാർബർ ഷാ ഉള്ളത്. ബാർബർ ഷാന്ന് ഇവിടെ അടുത്തൊരു ഇത് ശ്രീനഗറിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അതുകൊണ്ട് അടുത്തൊരു TRC ടാക്സി സെൻ്റർ ഉണ്ട്. അവിടെ നിന്നാണ് ബസ്സൊക്കെ ഇങ്ങോട്ടാണ് ഡൽഹി ജമ്മു തവിയിലേക്ക് പോകും. നമുക്ക് അവിടുന്ന് ബസ് പിടിച്ചിട്ട് നേരെ ജമ്മു തവി. ഓക്കെ, അങ്ങനെ ഞാൻ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തൊരു ഓട്ടോക്കാരൻ വന്ന് നിർത്തുന്നത് കേട്ടോ. നോക്കുമ്പോൾ ആരാ, നമ്മൾ ഇന്നലെ ദൂതുപത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടിറക്കി വിട്ട ആ ഒരു ഓട്ടോക്കാരൻ. അപ്പം എന്നോട് ചോദിച്ച് ഇന്നത്തെ ടാർഗറ്റ് എങ്ങോട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ്. അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഏതെങ്കിലും ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ടാക്സി ഇല്ലേ അങ്ങനെ കിട്ടിയിട്ട് പോവാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞ് അങ്ങനെ വേണ്ട, ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുണ്ട്, നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല കിടിലം ബസ്സാണ്, അതിൽ പോയിക്കുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു അതെവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ ചാച്ച പറഞ്ഞ പോലെ തന്നെ അത് TRC എന്ന സെൻറ്ററിലാണ് കിട്ടുക. അപ്പം നേരെ ഓട്ടോ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അടുത്തെത്തി ബസ്സിൽ കയറിട്ടോ. നോക്കുമ്പോൾ കിടിലം ബസ്. ഇവിടെ നിന്ന്, അതായത് ശ്രീനഗറിൽ നിന്ന് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം 260 കിലോമീറ്റർ മേലെ ദൂരമുണ്ട്. അത്രയും ദൂരം യാത്ര ചെയ്യാൻ 663 രൂപയാണ് ഇവർ ഈടാക്കുന്നത് കേട്ടോ. എന്നിരുന്നാലും ബസ്സിൻ്റെ ടോട്ടൽ സെറ്റപ്പും പിന്നെ സൈഡ് സീറ്റും കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഫുൾ ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ ഇരിപ്പുറപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് യാത്ര സ്റ്റാർട്ടായിട്ടോ. ബസ് യാത്ര തുടങ്ങിയ സമയം നമ്മുടെയും കൂടെ കൂട്ടിയിട്ട് ബസ്സിലൊക്കെ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ശ്രീനഗറിൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ സ്റ്റോപ്പ് എത്തുന്നവരും ഓരോ ആൾക്കാർ വണ്ടിയിലേക്ക് കയറി തുടങ്ങിട്ടോ. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീനഗറിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വഴിയോര കച്ചവടമൊക്കെ ഇന്ന് നല്ല സജീവമാണ്. അങ്ങനെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറിലെ മെയിൻ മാർക്കറ്റിൽ കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് മുന്നോട്ട് ഒരു കടയുടെ മുന്നിലെത്തിയപ്പോൾ അവിടെ കുറേ വെള്ള കളറിൽ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വാഴപ്പിണ്ടില്ലേ അതിൻ്റെ ഒരു കളറിൽ കുറേ സാധനം കെട്ടുകെട്ടായി കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ലേക്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം താമരണ്ട്, അതിൻ്റെ തണ്ടാണത്. അത് തടാകത്തിൽ നിന്ന് കളക്ട് ചെയ്ത ശേഷം ഇവരെന്ത് ചെയ്യും, ചെറുതായി കട്ട് ചെയ്തും പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചും പിന്നെ അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്ത് കഴിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ആദ്യം കാണുകയാണ്, കൊള്ളാം അല്ലേ. അങ്ങനെ നമ്മൾ ബസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ
എന്താണോ ഞാൻ വിചാരിച്ചത് ആ സെയിം സംഭവം എനിക്ക് കിട്ടി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഈ ബസ്സിന്റെ വലിയൊരു ഗ്ലാസ് കൂടി പുറത്തുള്ള കാഴ്ചയും കാര്യങ്ങളും കൂടെ നല്ല രീതിക്ക് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് വണ്ടി കണ്ടപ്പോഴേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ശ്രീനഗറിൽ നിന്ന് ജമ്മു താവിലേക്ക് തിരിച്ചു പോകുമ്പോൾ കാശ്മീരിന്റെ ഈ ഒരു പാർട്ടും കൂടി എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ സൈഡ് സീറ്റും കിട്ടി, കൂടാതെ കാഴ്ചകളും കൂടെ കണ്ടപ്പോൾ ഡബിൾ ഹാപ്പി കേട്ടോ. അങ്ങനെ നമ്മൾ കാശ്മീരിലെത്തി. രണ്ടാമത്തെ ദിവസം ഗുൽമാർഗിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാശ്മീരെ യഥാർത്ഥ ഗ്രാമഭംഗി കാര്യമായിട്ട് കണ്ടത്. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം കുറെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി നല്ല അനുകൂലമാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഫുൾ ഹാപ്പി. കൂടാതെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തലയെടുപ്പോടെ നീണ്ടു നിൽക്കുന്ന ഈ കുറെ മരങ്ങളിലെ ഇതൊക്കെ വില്ലോ ആണ് കേട്ടോ. വില്ലോന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഞാൻ 2-3 വട്ടം വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്തായാലും നമ്മൾ വഴിയോടെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്തായാലും രാവിലെ ഇപ്പോൾ സമയം 8 മണിയുടെ അടുത്തായിട്ടേ ഉള്ളൂ. വൈകുന്നേരം 5 മണിയോടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ജമ്മു താവി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തുക കേട്ടോ. ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പെഹൽഗാമിലേക്ക് പോയത്. എന്നാൽ അനന്ത്നാഗ് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ടേൺ ചെയ്യും. പിന്നെ ലെഫ്റ്റിലേക്ക് അനന്ത്നാഗ് പോയിട്ട് അവിടെ നിന്ന് കേട്ടോ പെഹൽഗാമിലേക്ക് പോവാ. കൂടാതെ രസകരമായ മറ്റൊരു കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ വെട്ടി വെട്ടി വൃത്തിയായിട്ട് എടുത്തു വെച്ചിരുന്ന ഈ മരങ്ങളില്ലേ, ഇതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില്ലോ എന്ന മരം വൃത്തിയായിട്ട് വെട്ടി ഷെയ്പ്പാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ പീസുകൾ ഓരോന്ന് ബാറ്റ് ഉണ്ടാക്കുന്ന കേന്ദ്രത്തിലേക്ക് പോയ ശേഷം അവിടെ നിന്നാണ് ബാറ്റ് അതിൻ്റെതായ ഷേപ്പ് ആക്കിയ ശേഷം നേരെ ഫാക്ടറികളിലേക്കും കൂടാതെ ഷോപ്പുകളിലേക്കൊക്കെ പോകുക. എന്തായാലും എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. എന്തായാലും കൊള്ളാം അല്ലേ. നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് മുന്നേ സൂചിപ്പിച്ച പോലെ ഒരു സ്ഥലത്തിട്ടോ. അവിടെ നിന്ന് ഇടത്തോട്ട് കട്ട് ചെയ്ത് പോയാലാണ് പെഹൽഗാമിലെത്തുക. നമുക്ക് വേണ്ടത് അവിടെ നിന്ന് വലത്തോട്ടേക്കാണ്. അങ്ങനെ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഇടത്ത് ഭാഗത്ത് കൂടെ പോയത്. അങ്ങനെ നമ്മുടെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ കാശ്മീരിന്റെ ഗ്രാമഭംഗിയും പിന്നെ വഴിയോര കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മൈതാനത്ത് നിന്നിട്ട് കുറേ കുട്ടി മക്കൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പകാലാണ് ഓർമ്മ വന്നത്. എൻ്റെ നാട്ടിൽ, അതായത് ഡൽഹിക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലമുണ്ട് താഴേക്കണ്ടം. അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങളെ നൗകാമ്പും സാന്റിയാഗോ ബർണാബും ഒക്കെ കേട്ടോ. അതൊക്കെയാണ് ഓർമ്മ വന്നത്. എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ. അങ്ങനെ നമ്മുടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണമില്ലാണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് ചെറുതായിട്ട് സൈഡാക്കിട്ടോ. അപ്പൊ എന്താ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ബസ്സിലെ ടയർ പൊട്ടിയിട്ടുണ്ടോന്ന് ഡൗട്ട്. അങ്ങനെ പുറത്തിറങ്ങി പുള്ളി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബസ്സിന്റെ ടയർ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ബസ് ഡ്രൈവറും പിന്നെ ബസ്സിലെ കിളിയും കൂടെ കൂടിയിട്ട് ബസ്സിന്റെ ടയറൊക്കെ ശരിയാക്കിട്ടോ. അങ്ങനെ ബസ്സിന്റെ ടയറൊക്കെ ശരിയാക്കിയ ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഒരു കൊച്ചുണ്ടാപ്പി ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. നമ്മൾ ബസ്സിൽ വന്ന് കയറിയപ്പോഴേ അവനെ നോട്ടിട്ടിരുന്നു. ആദ്യം നമ്മളെ സീറ്റിലിരുന്നു അവൻ വന്നിരുന്നേ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ആ വാവനൊക്കെയാണ്. അവൻ ആവിയിട്ടും പിന്നെ കുറച്ച് ടയർഡൊക്കെയാണ് തോന്നുട്ടോ. എന്നിരുന്നാലും ഉമ്മേൻ്റെ തൊട്ട് ഇടത്ത് ഭാഗത്തിരുന്നിട്ട് അവൻ പിന്നോട്ട് നോക്കലും പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ടാറ്റ കാണിക്കലും നാവ് കൊണ്ട് എന്തൊക്കെയൊക്കെ കാണിക്കല്, അതൊക്കെ ഭയങ്കര രസം കേട്ടോ. എന്നിരുന്നാലും ചെറിയ മക്കളുടെ ആ ഒരു ലീലാവിലാസങ്ങളും ഭയങ്കര രസമാണ്. അതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് 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 തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഇടത്ത് ഭാഗത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടത്. അങ്ങനെ വലത്ത് ഭാഗത്ത് ഒന്നും നോക്കിയപ്പോഴാ ദൂരെ മലയുടെ മേലെ ഫുള്ള് മഞ്ഞ്. നമ്മള് ഗുൽമാർഗിലും സോനമാർഗിലും ദൂദ്ബത്തിലൊക്കെ ഫുള്ള് മഞ്ഞ് കുളിച്ചതാണെങ്കിലും വീണ്ടും വീണ്ടും മഞ്ഞ് കാണുമ്പോൾ ആ ഒരു ക്രേസിനെസ് ഇല്ല, അത് ഒട്ടും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഫുൾ വീഡിയോയിലെടുത്ത് എവിടെ മഞ്ഞ് കണ്ടാലും വീഡിയോയിലെടുക്കണം. അതാണല്ലോ നമ്മളൊരു ഏത് അത്.
അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാശ്മീരിന്റെ ഗ്രാമ ഭംഗി കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണുന്നു കേട്ടോ. കുറെ വീടുകളും കാര്യങ്ങളും അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഇതാ കുറേ ലോറി വരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കോളേജ് പഠിച്ച വാളയാർ ഭാഗത്താണ്. അപ്പോൾ കോളേജിൽ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ കുറേ ലോറികളൊക്കെ വരിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആ നൊസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ ഇത്ര നേരം കണ്ടത് കാശ്മീരിൻ്റെ ഗ്രാമ ഭംഗിയാണ് കേട്ടോ. അതായത് വയലുകളും കൃഷിയും പിന്നെ മരങ്ങളും പിന്നെ കുട്ടികളുടെ കളിയും, അതായത് ഒരു പ്രതലമായ സർഫസ്. അങ്ങനെ ഇപ്പം നമ്മൾ ഒരു ടണലിലേക്ക് കയറി കേട്ടോ. വലിയ ടണലൊന്നുമല്ല, എന്നിരുന്നാലും നമ്മളൊരു 10-15 മിനിറ്റോളം ആ ടണലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടണൽ പോയി ടണലിൻ്റെ എൻഡിലെത്തി വണ്ടി പുറത്തേക്ക് എത്തിയതോട് കൂടിയിട്ട് കളി മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തെത്തിയ പോലെ. ഇത്രയും നേരം നമ്മളെ എഡിറ്ററുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് കുറവായിട്ടുള്ളൊരു കാശ്മീരിനെ കണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ കോൺട്രാസ്റ്റും ഹൈലൈറ്റും പിന്നെ സാച്ചുറേഷനൊക്കെ സെറ്റാക്കിയിട്ട് നല്ല കിടിലം പോലത്തെ ഗ്രാമ ഭംഗി കേട്ടോ. സത്യം പറഞ്ഞാൽ താഴെ കുറേ വീടുകളും പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മലയുടെ മേലെയായിട്ട് ഫുൾ മഞ്ഞും പിന്നെ ഒരു തരി പോലും കാർമേഘമില്ലാത്ത നല്ല കിടീലം പോലത്തെ ആകാശവും ഒക്കെ കൂടി പറഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ക്രേസ്നെസ് ഇല്ലേ, അത് ഭയങ്കര പീക്കായി. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇത്ര ഭംഗിയുള്ള കാശ്മീരിൻ്റെ ഒരു മുഖം കണ്ടിരുന്നില്ല. അങ്ങനെ ഈ ഒരു മുഖം കൂടെ എനിക്ക് കാണണം എന്നൊരു വിധിയായിരിക്കണം. എന്തായാലും ഇതും കൂടെ കണ്ടു കേട്ടോ. അതും കൂടെ കണ്ടപ്പോൾ ഹാപ്പി. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം ഇപ്പം ഏകദേശം ഒരു 10-11 മണിയോട് അടുത്തായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബസ്സിന് ചെറുതായിട്ട് സൈഡാക്കിട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഈ ജമ്മു താവിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയൊക്കെ സൈഡിൽ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡാക്കിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ആ ഹോട്ടലിൽ കയറിയിട്ട് ഒരു മാഗിയും ഒരു കോഫിയും പറഞ്ഞിട്ടോ. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് മാഗി. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമുക്കാൾ മാഗി കൊണ്ടു തന്നു കേട്ടോ. പുറമേ നിന്ന് മാഗി കഴിക്കുമ്പോൾ പ്ലെയിൻ മാഗി പറയാം, അല്ലെങ്കിൽ ഇതൊരു മസാല കിട്ടും നശിപ്പിച്ചാണ്. പൈസ കൊടുത്ത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, കഴിക്കാനുണ്ട് എന്തായാലും കഴിക്കുന്നുണ്ട്. എന്താ പറയുക, പ്ലെയിൻ ആകുമ്പോൾ കുറച്ച് രസം ഉണ്ടാവും. പ്ലെയിനിൽ വെയിറ്റ് വിട്ടിട്ട് മറ്റേ നമ്മൾ ശ്രീനഗറിൽ കഴിച്ചാൽ അങ്ങനെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മസാല നല്ല മസാലയാണ്, എരിവുണ്ട്, ഇത് വൃത്തികെട്ട മസാല, കളയാനും തോന്നില്ല, വിശക്കുന്നുണ്ട്, കഴിക്കന്നെ ഓരോ അനുഭവങ്ങളല്ലേ. അങ്ങനെയൊക്കെ ദൂരെ നോക്കുമ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഈ സ്ഥലത്തിന്റെ പേരാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇതിനു മുന്നും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ജമ്മു താവിയിൽ വണ്ടി ഇറങ്ങിയ ശേഷം ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡും കാര്യങ്ങളും കഴിച്ച ശേഷം നമ്മളെ കണ്ടക്ടർ പറഞ്ഞ് നമുക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ജമ്മു കാശ്മീരിലെ യാത്രയിൽ എനിക്ക് എന്തൊക്കെ മിസ്സായിട്ടുണ്ടോ അതൊക്കെ ഈ യാത്രയിൽ കിട്ടി തുടങ്ങി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ മഴയും കാര്യങ്ങളും കൊണ്ടൊന്നും ജമ്മു കാശ്മീരിൻ്റെ ആ ഒരു ഭംഗിയില്ല, അതെനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിലെ വേറെ കുറേ ആൾക്കാർ അവരുടെ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിട്ടോ. അങ്ങനെയൊക്കെ നമുക്കെന്താ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ സീറ്റിൻ്റെ വലത്ത് ഭാഗത്ത് ചെറിയൊരു ലിവർ പോലെ, അത് പിന്നോട്ട് വലിച്ചാലും നമ്മുടെ സീറ്റ് എന്ത് ചെയ്യും, ചാരി കസര പോലെ ആവും കേട്ടോ. അങ്ങനെ അതും കൂടെ ചെയ്തപ്പോഴേക്ക് നമുക്കിത് ചാരിക്കൊണ്ട് കിടന്നുകൊണ്ട് നമുക്കിത് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. കൂടാതെ നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ നല്ല സുഖമായിട്ട് കാണാം കേട്ടോ. എന്നിരുന്നാലും നമ്മളെ ഈ ബസ്സില്ലേ അതൊരു ഒന്നൊന്നര ബസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ലാവിഷായിട്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇനി അവൻ്റെ വരവാണ്. ആരുടെ എന്നല്ലേ, ചുരത്തിൻ്റെ. ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ചുരമാണ് കേട്ടോ. ഏകദേശം ഒരു 3-4 മണിക്കൂറിന് മേലെ നമ്മൾ ചുരത്തിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരും.
അങ്ങനെ ചുരത്തിന് സ്റ്റാർട്ടിങ്ങിലൊക്കെ എത്തിയപ്പോൾ കുറേ ട്രാവലറും പിന്നെ വാനും ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഹോളിഡേയ്സ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീനഗറിലേക്ക് പോകുന്ന കൂട്ടറാണ് കേട്ടോ. എന്തായാലും നമ്മൾ നമ്മളെ ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിച്ച് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം വണ്ടിയുടെ ഇടത്ത് ഭാഗത്ത് ഇരുന്നിരുന്നത്. പക്ഷെങ്കിൽ ഇടത്ത് ഭാഗത്ത് ഇരുന്നാൽ നമുക്ക് പുറമേയുള്ള കാഴ്ചകളും ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇടത്ത് ഭാഗത്ത് കംപ്ലീറ്റ് മലകളാണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റ് വലത്ത് ഭാഗത്തേക്ക് മാറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അതാ തുരുതുരാന്ന് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാണ്ട് മേലോട്ടേക്ക്. ഇതിൽ ഒട്ടുമിക്കതും പ്രൈവറ്റ് ടാക്സിയും പിന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ ടെമ്പോ ട്രാവലും ആണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വന്നു കേട്ടോ. കാരണം ഇന്ന് രാവിലെ തന്നെ ജമ്മു കാശ്മീർ നമുക്ക് ഡൽഹിയിലേക്ക് തിരിച്ച് വരേണ്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നേരെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കൂടാതെ നല്ല ടയേർഡുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിട്ട് നല്ല രീതിക്ക് കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഒരു 2:30-3:30 ആ സമയത്താണ് ഞാൻ എഴുന്നേക്കുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് നമ്മുടെ ചുരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ചുരമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ താഴെ എത്തിയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഇനി യാത്ര ചെയ്യാണ്ട് എന്നാലേ നമുക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അതാ കുറേ റൈഡേഴ്സ് റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. ലാസ്റ്റ് വർഷം സ്പിതി പോയ ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ കാഴ്ച കണ്ടത്. കാരണം കുറേ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ അവരെ ജാക്കറ്റും പിന്നെ ലഗേജൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു യാത്രയാണ് പെട്ടെന്ന് നൊസ്റ്റു അടിച്ചിട്ടോ. ആ ഒരു വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ നോക്കിയേ, നമ്മൾ രാവിലെ കണ്ട ചോട്ടാപ്പി. യാത്രയുടെ ഒരു സമയത്തൊന്നും ചോട്ടാപ്പിനെ കണ്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അങ്ങനെതാ വീണ്ടും പുള്ളിക്കാരൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും നോക്കിയാലും പിന്നോട്ട് നോക്കിയിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഇരിപ്പ് കേട്ടോ. അങ്ങനെ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30-5 മണിയോട് അടുത്തായിട്ടുണ്ട്. കൂടാതെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ യാത്രയുടെ സ്റ്റാർട്ടിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ 2-3 സ്ഥലങ്ങളിൽ നിർത്തിയോണ്ടായിരിക്കണം ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊക്കെ നല്ല കമ്പനി കേട്ടോ. സത്യത്തിൽ എനിക്ക് തോന്നിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 10-12 മണിക്കൂറോളം മറ്റൊരാൾക്കാർ സംസാരിക്കാതെ എത്ര നേരം എന്ന് വെച്ചിട്ട് മനുഷ്യ ഹെഡ്ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അടുത്തുള്ള ആൾക്കാർ സംസാരിച്ചും മിണ്ടിയിട്ടൊക്കെ അവരെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും സംസാരത്തിലും മുഴുകിയിരിക്കുകയാണ്. നമ്മളുടെ ബസ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയതോട് കൂടിയിട്ട് ഓരോ ആൾക്കാരും അവരവരുടെ സ്റ്റോപ്പ് എത്തുമ്പോഴേക്ക് വണ്ടി ഇറങ്ങി തുടങ്ങിട്ടോ. സ്റ്റാർട്ടിങ്ങിലൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ വന്ന് 10-20 ആൾക്കാരുടെ അടുത്തായിരുന്നു. പിന്നെ അവരൊക്കെ പോയി ഇപ്പം 4-5 ആൾക്കാർ മാത്രമേ ബസ്സിലുള്ളൂ. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ നമ്മൾ ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇപ്പോൾ ഞാനും പിന്നെ ഒരു കപ്പിളും മാത്രമേ വണ്ടിയിലുള്ളൂ. അവരവിടെ ലഗേജിൻ്റെ ഇഷ്യൂ എന്തോ കാരണത്തിൽ അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ എൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ലഗേജ് ഉള്ളത് നമ്മുടെ ബസ്സിലെ പിന്നിലെ ഡിക്കിലാണ് കേട്ടോ. അങ്ങനെ അതെടുക്കാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ലഗേജിന് മേലെ ഫുള്ളായിട്ട് മണ്ണ്. എന്നിരുന്നാലും നമ്മൾ ബാഗ് എടുത്ത് അതൊക്കെ തൂത്തിട്ട് ബാഗ് എടുത്ത് തോളിൽ വെച്ച് ഞാൻ എന്ത് ചെയ്ത് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് നടന്നു. നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത ട്രെയിന് 5-6 മണിക്കായിരുന്നു. അതെന്തോ ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത ട്രെയിൻ 11 മണിയാണ്. ഇപ്പോൾ അത്ര 5 മണിയായിട്ടുള്ളൂ. ഇതിനുണ്ട് 6 മണിക്കൂർ. നമ്മൾ എന്ത് ഇതിന് പിടുത്തമില്ല. അതെല്ലാം പോവന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ അട്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു കവാടാണ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ കവാടം കേട്ടോ. നമ്മളിവിടെ വന്നിറങ്ങിയ ശേഷം നമ്മൾ പിന്നിലെ വഴി കൂടിയാണ് പുറത്തേക്ക് പോയത്. ഇതാണ് കേട്ടോ ഒറിജിനൽ എൻട്രി. ആദ്യം ഞാൻ ബുക്ക് ചെയ്ത ട്രെയിന് വൈകുന്നേരം 5:30-ക്കുള്ളതായിരുന്നു കേട്ടോ.
അത് ചില സാങ്കേതിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ ഞാൻ അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്ത് അത് രാത്രി 12:30-ക്കാണ്. കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ചില ആൾ പറയണ്ട, ഓ ഇത്ര നേരത്തെ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ കുറച്ച് മുന്നേ എത്തിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. നേരെ മറിച്ച് നമ്മൾ വെപ്രാളത്തിൽ ചടപട വന്ന് ഇറങ്ങുകയാണെങ്കിൽ അതൊരു സുഖമില്ലാത്തൊരു പരിപാടിയാണ്. കൂടാതെ നമ്മൾ ലഗേജും കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ മിസ്സാവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഏകദേശം ഒരു 6 മണിക്കൂറോളം നമുക്കിനി വെയിറ്റ് ചെയ്യണം ഇവിടെ. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് മറ്റുള്ള ആൾക്കാർ സംസാരിച്ചും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കന്നെ ഒരു നേരം രാത്രി ആയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല കേട്ടോ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു ഉള്ളിലേക്ക് കയറി കേട്ടോ. അങ്ങനെ അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ നേരം ഇരുന്നപ്പോഴേക്ക് വൈകുന്നേരം 7-8 മണി. ദേ നോക്കിയ അവിടെ ദൂരെ ഒരു ചോട്ടാപ്പി നാളെ വേസ്റ്റ് പിന്നെ ഇങ്ങനെ ചവിട്ടുന്നു കേട്ടോ. എന്തേലും ആവട്ടെ, ശരിക്കും നല്ല കാര്യമാണെന്ന് വെച്ചാൽ ഒരിക്കലും നല്ലതല്ല. പക്ഷെ പുള്ളിക്കാര ആ ഒരു കാര്യത്തിൽ നല്ലോണം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയം ഏറെ കടന്നുപോയി അവസാനം ഒരു 11:30-12 മണിയോട് അടുപ്പിച്ചായപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിനിൽ കയറി ലഗേജും കാര്യങ്ങളും സെറ്റാക്കിയ ശേഷം ഞാൻ നല്ല രീതിയിൽ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ഒരു 7:30-7:45 ഞാൻ എഴുന്നേൽക്കുന്നത്. ഡൽഹിയിലേക്ക് എത്താൻ ഇനിയുണ്ട് 2 മണിക്കൂർ. അങ്ങനെ ഒടുവിൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത ഡൽഹി റോഹില റെയിൽവേ സ്റ്റേഷൻ തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പെട്ടിയും കിടക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. ഇവിടെ തുടങ്ങി നമ്മൾ ഇവിടുത്തെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എന്താന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് പുറത്തെത്തിയിട്ട് അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മളെ റൂമിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പുറത്തെത്തിയിട്ട് ഓല ബുക്ക് ചെയ്ത് അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ടാക്സി വന്നു കേട്ടോ. സാധാരണ ഞാൻ ടാക്സി കയറിയാൽ നമ്മളെ ടാക്സിക്കാരോട് നന്നായി സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലോണം കമ്പനിയായിട്ട് യാത്രയിലുടനീളം സംസാരിച്ചിട്ടാണ് പോവുക. പക്ഷെങ്കിൽ ഇത്രയും ദിവസം യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കണം ഞാൻ കാര്യമായിട്ട് സംസാരിച്ചതൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ടാക്സിക്കാരന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് ചോദിക്കും, നല്ല ടയർഡാണല്ലേ, എവിടെയാണ് പോയതെന്ന്. അങ്ങനെ പുള്ളി വർത്താനം തുടങ്ങിയ ശേഷം ഞാനും തിരിച്ച് സംസാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടയർഡായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ നമ്മുടെ മുന്നിൽ മറ്റൊരു ടാക്സിക്കാരൻ ഒരു ബസ്സിനെ പോയി ചാമ്പിയിട്ടുണ്ട്. അങ്ങനെ ബസ്സുകാരനും ആ ടാക്സിക്കാരനും തമ്മിൽ ഒരേ വർത്താനം. അങ്ങനെ അതുവരെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഇല്ലെങ്കിലും ഇത് തട്ടിയതോട് കൂടിയിട്ട് പിന്നിൽ നിന്ന് ഫുൾ ഹോണടിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കണം എത്രയും പെട്ടെന്ന് ആ ബസ്സുകാരൻ അവിടുന്ന് വിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ ടാക്സിക്കാരനും വിട്ടിട്ടുണ്ട്. അങ്ങനെ പോയി ഏകദേശം നമ്മൾ റൂമിലെത്താൻ ഇനി ഒരു 1.5 മണിക്കൂറിന് അടുത്തുണ്ട്. അങ്ങനെ നല്ല ഉറക്കം വന്നപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അതിനു മുന്നേ ഇതും കൂടെ പറഞ്ഞ് നിർത്താൻ തോന്നുട്ടോ. അങ്ങനെ നമ്മളെ 10-12 ദിവസത്തെ ജമ്മു കാശ്മീരിലെ സോളോ റൈഡ് ഇവിടെ അവസാനിക്കാം കേട്ടോ. ഏകദേശം 40ന്റെ മേലെ എപ്പിസോഡ് കയറിയിട്ടുണ്ട്. ഓരോ എപ്പിസോഡിനും അതിൻ്റെതായ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ അടുത്ത സീരീസിൽ കാണുന്നവരേക്കും ടാറ്റാ.